കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആ മുഹൂർത്തത്തിൽ വേണം പട്ടാഭിഷേകം നടത്താൻ. അനന്തരം ചുമതലകളെല്ലാം അവനെ ഏൽപ്പിക്കണം. വർമ്മയെക്കാളും നല്ല രീതിയിൽ അവനെല്ലാം നോക്കി നടത്തും. എനിക്ക് സന്തോഷമായി. എന്നാ പിന്നെ ആ മുഹൂർത്തം തന്നെ ഉറപ്പിച്ചോളൂ ഗുരുക്കളെ. പിന്നെ ഗുരുക്കളുടെ കൈകൊണ്ട് തന്നെ എൻ്റെ മകൻ ദേവന്റെ പട്ടാഭിഷേകവും നടത്തി തരണം. എന്നാൽ അങ്ങനെ ആവട്ടെ. ഞാനിപ്പോ ഇറങ്ങാം. ശരി ഗുരുക്കളെ, അങ്ങനെ ആവട്ടെ ഗുരുക്കളെ. പക്ഷേ ഈ ചുമതലകളെല്ലാം ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്താണെന്നുള്ളത് ദശരഥ രാമവർമ്മയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവൻ ഏകപത്നി വ്രതം അനുഷ്ഠിക്കുന്നവനായിരിക്കണം. മനസ്സാ വാച കർമ്മണ സദാസമയവും താലി കെട്ടിയ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും അവൻ ചിന്തിക്കാൻ പാടുള്ളതല്ല. അവള് ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയല്ല അമ്മേ. എന്ത് ചെയ്യണമെന്നറിയാതെ പെടഞ്ഞ് ഞാൻ മരിക്കുക. അങ്ങനെ ഒരാൾക്ക് ഈ പദവി സ്വീകരിക്കാനാവും. അത് നിന്റെ മകനോട് പറഞ്ഞേക്ക് ദശരഥ രാമവർമ്മ. അതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ ഗുരുക്കളെ. എൻ്റെ മകനെ ആ കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ എല്ലാം അവനെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറായത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ഇനി 5 ദിവസമേ ഉള്ളൂ. ഏർപ്പാടുകളൊക്കെ വേഗം ചെയ്യണം. അത് ചേട്ടാ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഇപ്പൊ തന്നെ ദേവനെ ഇത്രയും ഭാരങ്ങൾ ഒന്നിച്ചേൽപ്പിക്കണോ? കുറച്ചു കാലം കൂടി നിങ്ങൾക്ക് എല്ലാം കൂടി നോക്കി നടത്തിക്കൂടെ? എല്ലാം ആലോചിച്ച ശേഷമല്ലേ മുഹൂർത്തം ഉറപ്പിച്ചത്. പിന്നെന്താ ഇപ്പം നിന്റെ മനസ്സിനൊരു ചാഞ്ചല്യം? ദേവന്റെ കഴിവിലും സാമർഥ്യത്തിലും എനിക്ക് നല്ല വിശ്വാസമാണ്. ഗുരുക്കൾ പറഞ്ഞ എല്ലാ യോഗ്യതയും അവനുണ്ട്. അതിൽ കൂടുതൽ ഇനി എന്താ ആലോചിക്കാനാണ്? അതിലൊരു യോഗ്യത അവനില്ലല്ലോ ചേട്ടാ. താലി കെട്ടിയ പെണ്ണ് അവന്റെ മനസ്സിലില്ല. ഇതെങ്ങനെ ഞാൻ നിങ്ങളോട് പറയും? കൗസല്യേ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. പരിഹാരമില്ലാത്ത കാര്യമില്ലല്ലോ. എന്ത് കാര്യമാടാ? അവന്റെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. കുറച്ചു കാലം ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നാകും. അതിനിടയ്ക്ക് ഇത്രയും വലിയ ഭാരം അവന്റെ തലയിലോട്ട് വെക്കണോ? അതല്ലേ മോളെ? അമ്മയ്ക്ക് ദേവനെ അറിയാവുന്നതല്ലേ. അവൻ ഇതൊക്കെ പുഷ്പം പോലെ കൈകാര്യം ചെയ്തോളൂ. അമ്മ ധൈര്യമായിട്ട് എല്ലാം ഏൽപ്പിക്കും. ഒപ്പം അവന്റെ കുടുംബകാര്യങ്ങളും നോക്കിക്കോളും. അജയൻ പറഞ്ഞതാ ശരി. നീ ഇനി മറ്റൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ അവന്റെ പട്ടാഭിഷേകം നടത്തണം. ഗുരുക്കൾ പറഞ്ഞ അതാറും പറ്റുന്നതായിരിക്കും. അവന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണുള്ളത്. കാര്യം പുറത്തറിഞ്ഞ് വല്ലാത്ത നാണക്കേടാവും.
എന്താ അമ്മയ്ക്കൊരു വിഷമം? ഗുരുക്കൾ ഏകപത്നി വ്രതം അനുഷ്ഠിക്കുന്നവനായിരിക്കണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അമ്മയുടെ മുഖം വാടിയതാണല്ലോ. മോന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ അമ്മയ്ക്ക്? അയ്യോ, ദേഷ്യപ്പെടുവൊന്നും വേണ്ട. ഉണ്ടെങ്കിലും ഉണ്ടെന്നങ്ങ് പറഞ്ഞേക്ക്. എന്താ ഞാൻ നിന്നോട് പറയേണ്ടത്? എന്റെ മോന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയങ്ങളുമില്ല. ഏകപത്നി വ്രതം അനുഷ്ഠിക്കുന്നവനാകണം, ഭാര്യ മാത്രമായിരിക്കണം അവന്റെ ലോകമെന്നാണ് പറഞ്ഞത്. അതിൽ മറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവന്റെ മനസ്സിൽ ഭാര്യയ്ക്കല്ലാതെ മറ്റൊരു സ്ത്രീക്കും സ്ഥാനമുണ്ടാവില്ല. എവിടെയോ എന്തോ അക്ഷരത്തെറ്റുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ മോന്റെ പട്ടാഭിഷേകത്തിന് തുള്ളിച്ചാടേണ്ട അമ്മ എന്തിനിങ്ങനെ നിന്ന് വിയർക്കണം? ആ അക്ഷരത്തെറ്റ് കണ്ടുപിടിക്കണമല്ലോ. ഒരു വാക്കുമിണ്ടാതെ, ഒരു നോക്കു കാണാതെ, കാട്ടുചെമ്പക ചൂട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോയി, പൂങ്കാറ്റിതെങ്ങു പോയി. ഒരു വാക്കുമിണ്ടാതെ, ഒരു നോക്കു കാണാതെ. അതിങ്ങ് താ മോളെ. അയ്യോ, ഞാൻ വെച്ചോളാം അച്ഛാ. മോളിങ് താ. ഇനി ഇത്തരം പണികളൊക്കെ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നിട്ട് ചെയ്താൽ മതി. എന്താ മോളെ, പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? നിനക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഇന്ന് അവരെല്ലാവരും കൂടി നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ ഇതെല്ലാം മാറ്റിവെച്ച് സുന്ദരിയായിട്ടൊന്ന് ഒരുങ്ങി നിൽക്കുക. ഉച്ചയ്ക്ക് മുമ്പ് അവരെല്ലാവരും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞത്. എന്റെ മരുമോന്റെ പുറകെ നടക്കുന്ന നിനക്ക് ഞാൻ കിണ്ണം കാച്ചി പണി തന്നെ തരാടി. പലപ്പോഴും അച്ചമ്മ നിന്നെ വഴക്ക് പറയുന്നത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാലും നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ആലോചന കണ്ടെത്തിക്കൊണ്ടുവരാൻ അച്ചമ്മയ്ക്ക് തോന്നിയത് തന്നെ. പിന്നെ മുറ്റ് കിളവി മുട്ടം പണി തന്നല്ലേ ചേച്ചിയെ വീട്ടിൽ നിന്ന് നാട് കടത്താൻ. അല്ലാതെ ഇത് സ്നേഹമൊന്നുമല്ല. പല വഴിക്കും ശ്രമിച്ചിട്ട് നടന്നില്ല. ഇപ്പൊ ദേ അവസാനത്തെ അളവെടുത്തിരിക്കെ. ഈ ബന്ധം ഒത്തുവന്ന് ഉടനെ നിന്റെ കല്യാണം നടത്തണം. അതോടെ എൻ്റെ ഉത്തരവാദിത്തങ്ങളും തീരും. നിന്റെ കല്യാണം കാണാൻ കഴിയുന്നതാ മോളെ ഈ അച്ഛൻ്റെ മഹാഭാഗ്യം. അതിന് ചെറുക്കൻ അവളെ കാണാൻ വരുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കണം. അതല്ല, വരുന്നവൻ എത്രക്കാരനാണെന്നോ അവരുടെ ഫാമിലി എങ്ങനെയാണെന്നോ ഒന്നും അറിയാതെ
അത്രയ്ക്കും കടന്നു ചിന്തിക്കേണ്ട കാര്യമുണ്ടോന്നാ ഞാൻ ചോദിച്ചേച്ചാ. കുടുംബത്തെക്കുറിച്ചൊക്കെ നല്ലോണം തിരക്കിയിട്ട് തന്നെയാ വിളിക്കുന്നത്. അല്ലാതെ വഴിയെ പോകുന്നവരെയൊന്നും പിടിച്ച് കെട്ടിക്കാൻ പറ്റില്ലല്ലോ. നല്ല ചെറുക്കനാ, പേരിനേതോ ഒരു പണിക്ക് പോകുന്നുണ്ടെന്നാ പറഞ്ഞേ. സത്യത്തിൽ ഞങ്ങൾ ആദ്യം വൈദേഹിയുടെ കല്യാണം നടത്താൻ തന്നെയാ തീരുമാനിച്ചിരുന്നേ. പക്ഷേ നീ ആലോചിച്ചു വന്നത് ഞങ്ങളുടെ ശ്രേയമോളെയായിരുന്നു. ഇങ്ങനെ ഒരു ബന്ധം വരുമ്പം വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഇളയവളാണെന്ന് പോലും നോക്കാതെ ഇവളുടെ കല്യാണം നടത്തിയത്. ഇപ്പൊ ഈ കല്യാണാലോചന വരാൻ തന്നെ കാരണം മോനാണല്ലോ. എന്നുവച്ചാ ഞങ്ങളൊന്നുമില്ലാത്തവരാണെങ്കിലും ഇപ്പോ ദശരഥരാമവർമ്മയുടെ ബന്ധുക്കളാണല്ലോ. ആ കാര്യം അറിഞ്ഞതോടെ ഞങ്ങളോട് ബന്ധം കൂടാൻ ആഗ്രഹിച്ച് പലരും അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഈ ആലോചന ഒത്തുവന്ന് ഞങ്ങളുടെ വൈദേഹിയുടെ കല്യാണം നടന്ന അതിന്റെ പുണ്യം മുഴുവൻ നിനക്ക് തന്നെയായിരിക്കും മോനെ. ഇങ്ങനൊരു വലിയ വീട്ടിൽ നിന്ന് ഒരു ബന്ധം കിട്ടിയത് തന്നെ വലിയ കാര്യം എന്ന് കരുതിയതാ. ഭാര്യ വീട്ടിലെ കാര്യമെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എൻ്റെ മോളുടെ കല്യാണ കാര്യത്തിൽ മോനഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു മോനെ. ഈശ്വര, ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ വൈദേഹിക്ക് മറ്റൊരാളെ കല്യാണം ആലോചിക്കുമ്പോൾ അത് നോക്കി നിൽക്കേണ്ടി വന്ന എൻ്റെ ഒരു ഗതികേട് അച്ഛൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? സുലേഖെ, മോളെ കൊണ്ടുപോയി ഒരുക്കിക്ക്. 10 മണിക്കകം അവരിങ്ങ് എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. വിഷമം തോന്നുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് വേറെ മാർഗമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ, ഇത്രയും നാള് സ്നേഹിച്ചു വളർത്തിയ കുട്ടിയല്ലേ. ഇപ്പൊ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോ വിഷമം ഉണ്ടാവാതിരിക്കില്ലല്ലോ. എന്നാലും വേറെ മാർഗമില്ല. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ, ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ, ഒരു കഥയായി അവളകലും, അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും, അലയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ ഇന്നെന്തേ ഈ വഴിയിൽ. വാ മോളെ, വാ മോളെ. എന്താ അമ്മ ഇതൊക്കെ? എനിക്ക് വീണ്ടും കല്യാണോ? എനിക്ക് മനസ്സിലാവും മോളെ, പക്ഷെ ഞാനിവിടെ നിസ്സഹായ. എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ. എനിക്ക് ഈ കല്യാണം വേണ്ട. ഈ പെണ്ണ് കാണൽ എനിക്ക് പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞ അമ്മ ഇതൊന്ന് നിർത്തി തരണം. എന്റെ വാക്കുകൾക്കൂടെ വല്ല വിലയുണ്ടോ? രാമേട്ടനോട് കാര്യം പറയാന്ന് വെച്ചാ അതിനും പറ്റില്ലല്ലോ. കാരണം എന്താന്ന് ചോദിക്കില്ലേ? നടന്നതൊക്കെ തുറന്നു പറയാന്ന് വെച്ചാ അതറിഞ്ഞ രാമേട്ടൻ അവിടെ തീരില്ലേ? അത് സത്യം. അതുകൊണ്ടല്ല ഒന്നും പറയാതെ ഞാൻ മാറി മാറി നിൽക്കുന്നത്. പക്ഷെ ഈ കല്യാണം നടന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.
പെണ്ണ് കാണലെന്ന് പറഞ്ഞപ്പോ തന്നെ പകുതി ജീവൻ എന്നെ വിട്ട് പോയമ്മ. പക്ഷെ വീണ്ടും ഒരു കല്യാണത്തിന് നിന്നു കൊടുക്കാൻ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലമ്മ. ഈ പെണ്ണ് കാണൽ എനിക്ക് വയ്യ. എന്താടി വയ്യാത്തെ? കല്യാണം കഴിക്കാതെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാൻ അച്ഛമ്മ? എന്റെ കല്യാണം കഴിഞ്ഞതാ. അതെന്താ അച്ഛമ്മ മറന്നു പോകുന്നേ? മറക്കാൻ എന്തിരിക്കുന്നടി? എന്നിട്ട് എവിടെ നിന്റെ ഭർത്താവ്? ചൂണ്ടിക്കാണിക്കാൻ നിനക്ക് ആരെങ്കിലും ഉണ്ടോ? കറങ്ങിത്തിരിഞ്ഞ് നീ എന്റെ ശ്രേയയുടെ ജീവിതം നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന ഒപ്പിച്ചെടുത്തത്. പറയുന്ന അനുസരിച്ചോണ്ട് കെട്ടും കെട്ടി പൊയ്ക്കോണം. എനിക്ക് പറ്റില്ല അച്ഛമ്മ. ഞാൻ അച്ഛമ്മയുടെ കാല് പിടിക്കാം. വേറെ എന്ത് അച്ഛമ്മ പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാ. പക്ഷെ കല്യാണം മാത്രം വേണ്ട. ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അച്ഛമ്മ. ഞാൻ അച്ഛമ്മയ്ക്ക് സത്യം ചെയ്ത് തന്നതല്ലേ. അമ്മയെങ്കിലും അച്ഛമ്മയോടൊന്ന് പറ. അവള് പറയുന്നതിലും കാര്യമില്ലേ അമ്മേ? നീ മിണ്ടിപ്പോകരുത് കേട്ടോടി. വല്ലോ ആലോചിച്ചോണ്ടാണോ നീ പറയുന്നേ? ഇവൾ ഇവിടെ ഇങ്ങനെ പുരനിറഞ്ഞു നിന്നാ നിന്റെ മോളുടെ കുടുംബം ആ തകർന്ന് തരിപ്പണമാവുക. എന്നെങ്കിലും എല്ലാരും സത്യം അറിയുവേ, അന്ന് നിന്റെ താലിയും കൂടെ ആ തെറിക്കുക. അങ്ങനെയൊന്നും നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗമേ ഇനിയുള്ളൂ. ഇവളുടെ കഴുത്തേൽ ഒരു താലി വീഴണം. അപ്പൊ ഈ താലി അച്ഛമ്മേ, ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛമ്മ തന്നെ പറ, ഈ താലി ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആരുടെയും ജീവിതം തട്ടിപ്പറിക്കാൻ ആഗ്രഹമില്ല. ഒരു കുടുംബം എനിക്ക് തകർക്കാൻ വേണ്ട, ആരുടെയും കൂടെ ജീവിക്കാൻ വേണ്ട. എനിക്ക് ഈ താലി മാത്രം മതി. ജീവിതകാലം മുഴുവൻ ഈ താലി കൂട്ടാണെന്ന് കരുതി ജീവിച്ചോളാം. പക്ഷെ ഇനി ഒരിക്കലും എന്നെ മറ്റൊരു കല്യാണത്തിന് നിർബന്ധിക്കരുത്. ഈ ജന്മം എനിക്ക് മറ്റൊരു കല്യാണം വേണ്ട. ഞാൻ കാല് പിടിക്കാം അച്ഛമ്മ. ഇങ്ങനെയൊക്കെ ജീവിച്ച് തീർക്കാൻ എന്നെ അനുവദിക്കണം. വൈദേഹി, എനിക്കെല്ലാം അറിയാം. നിന്റെ മനസ്സിൽ ഞാനുള്ളപ്പോ മറ്റൊരു കല്യാണം കഴിക്കാൻ നിനക്കാവില്ല. അതെനിക്ക് മനസ്സിലായി. നീ ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞാലും നിന്നെ ഞാൻ വിടുവെന്ന് കരുതണ്ട. മര്യാദക്ക് ഈ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് എന്നേക്കുമായി പൊയ്ക്കോണം. ഇത് വല്ലാത്ത കഷ്ടം തന്നെ അച്ഛമ്മേ. കുഞ്ഞുവായിൽ വലിയ വർത്താനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് നിന്റെ അച്ഛനോട് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ചെല്ലടി, ചെന്ന് അവനോട് പറയാ. അതിന് പറ്റില്ലല്ലോ നിനക്ക്. എന്നാ പിന്നെ ഞാൻ പറയുന്നതനുസരിച്ച് ഈ കല്യാണം കഴിച്ചോണം. സുലേഖേ, ചെറുക്കനും ആൾക്കാരും ഇപ്പൊ ഇങ്ങെത്തും. ഇങ്ങനെ പൂങ്കണ്ണീര് ഒഴുക്കിക്കൊണ്ട് ആരും ഇവിടെ ഇരിക്കണ്ട. ഇവളെ ഒരുക്കി ചമച്ച് അങ്ങോട്ട് കൊണ്ടുവന്നേക്കണം.
ഇങ്ങനെ കിടന്ന് പിടയാനാണോ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? ഇതറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ അന്നേ ഞാൻ ആർക്കെങ്കിലും കൊടുത്തേനെ. ഒരല്പം സമാധാനമെങ്കിലും കിട്ടിയേനെ. ഇതിപ്പോ നിന്നോടൊപ്പം ഇരുന്ന് കരയാനല്ലാതെ ഈ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ മോളെ. എന്റെ പൊന്നു മോളെ, എന്നോട് ക്ഷമിക്കണം. ഇവനൊരു പാതി അവനൊരു പാതി എന്ന് സ്വത്ത് ഭാഗം വെക്കാനേ അത് പൂർവിക സ്വത്തായിട്ട് ആരും എനിക്ക് തന്നിട്ട് പോയതല്ല. ആ ഭാരം ചുമക്കാൻ കഴിവുള്ളവനെ അത് ഏൽപ്പിക്കാൻ പാടുള്ളൂ. ആർക്കൊക്കെ എന്തൊക്കെ കഴിവുണ്ടെന്ന് അറിയണമെങ്കിൽ ആദ്യം ചുമതലകൾ തന്നു നോക്കണം. എന്താ നിനക്ക് തരണ്ടേ? എന്തിനാ ഈ ആവേശം? ആരോടുള്ള ദേഷ്യം ഭിത്തിയെ കാണിച്ചാലേ നിന്റെ കൈയുടെ എല്ലാം ഒടിയ. നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവൂടാ. പക്ഷെ എനിക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും? അധികാരങ്ങൾ ഏട്ടന്റെ കൈകളില. അത് മകന് കൊടുക്കാൻ ഏട്ടൻ തീരുമാനിച്ചു. ഇനി ചോദിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല. ഏട്ടനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. മറ്റേതെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് നിനക്ക് തരാൻ പറയാം. അതുവരെ ക്ഷമിക്കേ. ഞാൻ എന്തിനാ ക്ഷമിക്കണേ? നാണമില്ലേ നിങ്ങൾക്കിത് എന്നോട് പറയാനായിട്ട്? അയാളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കാനായിട്ട് ഞാൻ എന്താ ഒരു പിച്ചക്കാരനാ? ഇനിയിപ്പൊ അങ്ങനെ കരുതിയാ തന്നെ നമുക്കിതല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന് ഓർക്കണം. അതിരിക്കട്ടെ, രാജഗുരു പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടു കാണുമല്ലോ അല്ലേ? ഏകപത്നി വ്രതം അനുഷ്ഠിക്കണം, മനസ്സാ വാചാ കർമ്മണ, ഭാര്യയല്ലാതൊരു ലോകം അയാൾക്കുണ്ടാവുകയും വരുത്. നമ്മളങ്ങനെയല്ലല്ലോ, കല്യാണം പോലും കഴിച്ചിട്ടില്ല. വല്ലവന്റെ ഭാര്യയുടെ പുറകെ നടക്കുമല്ലേ. അതുകൊണ്ട് തന്നെ ആ പദവി നിനക്കൊട്ട് യോജിച്ചതുമല്ല. അത് മറന്നിട്ട് കൈ കിട്ടുന്നത് എന്ത് ലാഭമെന്ന് കരുതി സമാധാനിച്ചു. ഞാൻ നിന്റെ അച്ഛനാടാ, നിനക്ക് എന്നെ കൊല്ലണോടാ. വിടടാ, വിടടാ, വിടാൻ. മോനെ, ശരിയാ, കൊല്ലേണ്ടത് അയാളെയാ, നിങ്ങളെയല്ല. എടാ അവിടെ നിൽക്കണം. അവിടെ എടാ